ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് നമ്മുടെ ട്രാൻസ്പെറൻറ്റ് പേപ്പർ എങ്ങനെയാണ് കവർ ചെയ്യുന്നതെന്നുള്ളത്. കാരണം മിക്കവരും കവർ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ കുറേ വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോഴാണ് ഞാൻ ഓർത്തത് കുറേ വർഷമായിട്ട് ഞാൻ ചെയ്യുന്നതാണ്, ചെയ്തതിപ്പം ഓക്കെ ആയെന്ന് പറയാം. അത് ഏറ്റവും ഈസി ആയിട്ടുള്ള വേ ഇങ്ങനെയാണ്. നമുക്ക് വേണ്ടത്രയും പേപ്പർ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളൊരു ഫ്ലാറ്റ് സർഫസിൽ വെച്ചിട്ട് അതിൻ്റെ ആ പേപ്പർ ഉണ്ടല്ലോ അതങ്ങ് മാറ്റുക. പിന്നെ ട്രാൻസ്പെറൻ്റ് ഉണ്ടല്ലോ അത് ആ ഫ്ലാറ്റ് സർഫസിൽ വെച്ചിട്ട് ഏത് ബുക്കാണോ കവർ ചെയ്യേണ്ടത് അത് ഇങ്ങനെ കമത്തി കൊടുത്താൽ മതി. അതപ്പോൾ ഒട്ടും എയർ കയറില്ല. കമത്തി കൊടുത്തിട്ട് തേണ്ട അതിൻ്റെ 3 വശവും 4 വശവും നമ്മൾ കട്ട് ചെയ്ത് വരണം. അതേപോലെ വെച്ചിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്യുക. എല്ലാ ആ കോർണറും പിന്നെ ആ നടുക്ക് ഭാഗവും എല്ലാം നമ്മൾ അങ്ങ് കട്ട് ചെയ്ത് മാറ്റണേ. ഇതെപ്പോൾ ചെയ്താലും ഒരു ഫ്ലാറ്റ് സർഫസിൽ ഇട്ട് വേണം ചെയ്യാനായിട്ട്. അതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ളത്. ഇതുണ്ട് ഇങ്ങനെ 4 ഭാഗവും കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതാ പൊതിയേണ്ട ഭാഗം അകത്തോട്ടാക്കേണ്ട ഇവിടം എടുത്തിട്ട് ഇതുപോലെ അകത്തോട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ 3 വശവും നമുക്കങ്ങ് വെച്ച് കൊടുക്കാം. കുറേ വീഡിയോസൊക്കെ ഞാൻ കണ്ടു കേട്ടോ, എല്ലാവരും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ഇത് പൊതിയാനായിട്ട്. അതുകൊണ്ട് മാത്രമേ ഞാനിത് കാണിക്കുന്നത്. അല്ലാത്ത കുറേ പേർക്കൊക്കെ ഇത് അറിയാമെന്ന് എനിക്കറിയാം. എങ്കിലും ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ എങ്ങനെയാണെന്നുള്ളത്. ഇനി ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഇതുപോലെ പയ്യെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം അപ്പുറത്ത് എങ്ങനെയാണോ നമ്മൾ കട്ട് ചെയ്ത് പോയത് അതുപോലെ തന്നെ ഇപ്പുറത്തെ വശവും നമുക്ക് കട്ട് ചെയ്ത് പോവാം. ഈ കോർണറും മറ്റേ നടുക്ക് ഭാഗവും എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് പോയാൽ മതി. എളുപ്പമാണിപ്പോൾ ഇത് കവർ ചെയ്യാനായിട്ട്. എനിക്ക് തോന്നുന്നു ബ്രൗൺ പേപ്പർ പൊതിയുന്നതിലും എളുപ്പമാണ് ഈ ട്രാൻസ്പെറൻറ്റ് ഇട്ട് പൊതിയാനായിട്ട്. ഇത് പിള്ളേരുടെ സ്കൂളിലെ ഡയറിയാണ്. ഡയറി ഇങ്ങനെ ട്രാൻസ്പെറൻറ്റ് ഇട്ട് പൊതിയണമെന്നാണ്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് അപ്പുറത്തെ വശത്ത് എങ്ങനെയാണോ ഉള്ളിലോട്ട് മടക്കി വെച്ചത് അതുപോലെ തന്നെ ഈ വശവും ഉള്ളിലോട്ട് നമുക്ക് മടക്കി വെക്കാവേ. ഈ ഫ്ലാറ്റ് സർഫസിൽ വെച്ച് ബുക്ക് അങ്ങോട്ട് വയ്ക്കുമ്പോൾ എയർ ഒട്ടും അതിനകത്തോട്ട് കയറില്ല കേട്ടോ. ഇനി ഇത് അകത്തോട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് മറ്റേ ആ കോർണർ കട്ട് ചെയ്തപ്പോഴത്തേന്, അതായത് ബുക്കിൻ്റെ ആ നടുക്ക് ഭാഗം ഉണ്ടല്ലോ അവിടെ കട്ട് ചെയ്തപ്പം ഇത് ഇങ്ങനെ ഇത് നിൽക്കും, വെളിയിലോട്ട് നിൽക്കുവേ. അത് നമുക്ക് സിസേഴ്സ് കൊണ്ട് ലാസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇതുണ്ടോ ഈ ഭാഗത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഇത് നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാവേ. അതായത് ആ ബുക്കിനോട് ചേർന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ ഇതുപോലെ പുതിയതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ കേട്ടോ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്കെയിലോ എന്തെങ്കിലും ഒരു നല്ല ഇച്ചിരി കട്ടിയുള്ള സംഭവം എടുത്തിട്ട് ആ ബുക്കിൻ്റെ മേളിൽ കൂടെ നമുക്കൊന്ന് ഇതാക്കി വിട്ടാൽ ബാക്കി എയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് പോയിക്കോളും. കണ്ടോ ഇതിങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ബാക്കി എയർ എന്തെങ്കിലും അതിനകത്തുണ്ടെങ്കിൽ അത് പോയിക്കോളും. കണ്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് പൊതിയാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.